ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ നമ്മുടെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബജറ്റ് സമ്മേളനത്തിന് ശേഷം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ഏറ്റവും അധികം ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. ജനക്ഷേമ ബജറ്റായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 5 ബജറ്റുകളും ആ രീതിയിൽ തന്നെയാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് ഒപ്പം തന്നെ സാമ്പത്തിക ഞെരുക്കത്തെ, കേന്ദ്ര സർക്കാർ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും, ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, പുതിയ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ബജറ്റിന് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏതായാലും നാളെ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റ് മുന്നോടിയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വയ്ക്കും. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഇതിൽ വ്യക്തമാകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും സഭയിൽ തുടരും. പ്രതിപക്ഷം സഭ അലങ്കോലമാക്കാനുള്ള നടപടികളും തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നൃപൻ, ഗുഡ് മോർണിംഗ്. നിയമസഭാ സമ്മേളനത്തിൽ നാളെ നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നു. ഇന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്ന ദിവസം. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ബജറ്റിന് വേണ്ടിയിട്ട്. മനു, ആദ്യം വെരി ഗുഡ് മോർണിംഗ്. മനു തന്നെ മുഖവരിയായി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പിണറായി സർക്കാരിൻ്റെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും 2 കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ 10ാമത്തെ ബഡ്ജറ്റ്, ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ആണെങ്കിൽ 5ാമത്തെ ബഡ്ജറ്റാണ്. ഒപ്പം തന്നെ ഈ സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ്. ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു വേണ്ടി കേരളം പോകാൻ പോവുകയാണ്. സ്വാഭാവികമായും ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ, പ്രതീക്ഷയൊക്കെ തന്നെ കേരളം അതുപോലെ തന്നെ ഒറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എല്ലാ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിലും കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന പദ്ധതികൾ, വികസന പരിപാടികൾ, ഇതിലൊക്കെ സംബന്ധിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ ഇടത് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയാണ് സ്വാഭാവികമായും ഈ ബഡ്ജറ്റിലും ഉണ്ടാകുക. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലെല്ലാം പറയുന്നത് സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 1957 ഇ എം എസ് സർക്കാർ മുതൽ കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലും ആശയപരമായും എന്താണ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച കൃത്യമായ പദ്ധതികളുണ്ട്. അത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ച സംഭവിച്ചിട്ടുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികളുടെ മുന്നോട്ട് കൊണ്ടുപോകൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ മേഖലകളിൽ ഫോക്കസ് കൊടുത്തിരുന്നു. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തായിരുന്നു എങ്കിൽ ഇത്തവണ ഉന്നത വിദ്യാഭ്യാസ രംഗത്തായിരുന്നു. ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ തുടർച്ചയായി കൊണ്ടുപോകുക, അതിൽ മുടക്കം വരാതെ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം വൻകിട വികസന പദ്ധതികൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ നാഴികക്കല്ലായി കേരളം കണ്ടിട്ടുള്ള ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയാണ്. അത് വലിയ തരത്തിലുള്ള കേന്ദ്ര അവഗണനയ്ക്കിടയിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്കിടയിലും ആ പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 17 വർഷത്തിന് മുൻപ് തന്നെ വിഴിഞ്ഞം ആ സംസ്ഥാനത്തിന് യാഥാർത്ഥ്യമാകുന്നു. നേരത്തെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള കരാറിൽ വരുത്തിയ മാറ്റം അത് ഇടത് സർക്കാർ ഉണ്ടാക്കിയ മാറ്റമാണ്. അതുകൊണ്ട് വരുമാനം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചു തുടങ്ങുന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു നേട്ടം. അതൊക്കെ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും ഒരു ദീർഘവീക്ഷണത്തിൻ്റെയും പ്രതീകമായി, പ്രതിഫലനമായി അതിനെ കാണേണ്ടി വരും. മറ്റൊന്ന് ദേശീയപാത വികസനം, ഒപ്പം തന്നെ ദേശപാത, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൻകിട പദ്ധതികളാണ്. ഒപ്പം തന്നെ അടിസ്ഥാന വികസന രംഗത്ത് സ്കൂളുകളാകട്ടെ മറ്റ് അടിസ്ഥാന വികസന രംഗത്തൊക്കെ പാലിച്ച സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പാലിച്ച വളരെ ചിട്ടയായ പ്രവർത്തനമാണ്. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ 5ാമത്തെ വർഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ധനമന്ത്രി എന്ന തരത്തിലുള്ള വിലയിരുത്തൽ വരുമ്പോൾ വളരെ കൃത്യമായി വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര സർക്കാർ പൂർണ്ണമായി ഏകദേശം 2.5 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചോർന്നു പോയത്. അത് മനഃപൂർവ്വം കേരളത്തെ അവഗണിച്ചത്, GST വരുമാനത്തിലെ കുറവ് അത് ഒഴിവാക്കിയത്, ഒപ്പം തന്നെ വിവിധ പദ്ധതികൾക്ക് നമുക്ക് നൽകാനുള്ള കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക, ഒപ്പം തന്നെ അവസാന പാദത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിൽ, അവസാന പാദം എന്ന് പറയുമ്പോൾ അവസാനത്തെ 3 മാസക്കാലത്തിൽ 12,000 കോടി രൂപ കേരളത്തിന് കിട്ടാനുള്ളത് പെട്ടെന്ന് വെട്ടിച്ചുരുക്കി 6,000 കോടിയായി കേരളത്തെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാം, വീർപ്പുമുട്ടിക്കാം. കാരണം ഈ ക്ഷേമ പദ്ധതികളും ഈ പ്രഖ്യാപനങ്ങളൊക്കെ അവസാന മാസത്തിൽ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടപ്പിലാക്കാതെ ഇരുന്നാൽ, പ്രതിസന്ധി ഉണ്ടായാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ 5 വർഷവും ചെയ്തു വെച്ച കാര്യങ്ങളെ സംബന്ധിച്ച് തുടർച്ച നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ രാഷ്ട്രീയപരമായി എങ്ങനെയെല്ലാം ഞെക്കിക്കൊല്ലാം, എങ്ങനെയെല്ലാം ഞെരുക്കാം
എന്ന് കരുതുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ മുട്ടുവിറയ്ക്കാതെ നിന്നുകൊണ്ട് ശക്തമായി ഒരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി എന്നതാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണം. കാരണം ഒന്നാം പിണറായി സർക്കാർ മുതൽ നാം നേരിട്ട പ്രതിസന്ധികൾ, അപ്പോൾ കേരളം പലതും മറന്നുപോകുന്നൊരു കാര്യമുണ്ടല്ലോ. പെട്ടെന്ന് വിസ്മൃതിയിലേക്ക് അത് മറന്നുപോവുക, വിസ്മൃതിയിലേക്ക് മാറ്റി പുതിയ കാര്യങ്ങൾ പറയുക മാധ്യമങ്ങളുടെ, വലതുപക്ഷ മാധ്യമങ്ങളുടെ രീതിയാണ്. 2 തവണത്തെ കോവിഡ്, പ്രളയം 2 തവണ, ഒപ്പം തന്നെ ഓക്കി, ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിസന്ധി, ഇതെല്ലാം മറികടന്ന് കേരളത്തെ പുനഃസൃഷ്ടിക്കാനുള്ള വലിയൊരു പ്രവർത്തനം കൂടി, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ആ പ്രളയകാലത്തിൽ കേരളത്തിലുണ്ടായത്. അപ്പോൾ അടിസ്ഥാന രംഗത്ത് റോഡുകൾ, പൊതുഗതാഗത സംവിധാനങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടു. അപ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കുക, പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, ഒപ്പം തന്നെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിലും കേരളം വിറങ്ങലിച്ചു നിന്നത് നാം കണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തെ ഒറ്റക്കെട്ടായി നയിക്കാനും നമുക്കൊരു സർക്കാരുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തളർന്നു പോകാതെ ഒരു കേരളത്തിൻ്റെ മോഡൽ പിടിച്ച് മുന്നോട്ട് പോകാനായി എന്നാണ്. പിന്നെ ഓരോ മേഖല കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കാരണം KSRTCക്ക് എല്ലാ മാസവും പ്രതിമാസവും 50 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുക്കുകയാണ്. മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KSRTCയുടെ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ മരിച്ച KSRTC ജീവനക്കാരൻ്റെ ശവശരീരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിമാസം പെൻഷൻകാരൻ്റെയും KSRTC ജീവനക്കാരൻ്റെയും ശവശരീരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിലാപയാത്ര നടത്തുന്ന KSRTC ജീവനക്കാരുടെ ചരിത്രം കാലം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഇന്ന് കൊട്ടിഘോഷിക്കുന്ന സർക്കാരിനെതിരെ പലതരത്തിലും വിമർശനം ഉന്നയിക്കുന്ന സാമ്പത്തിക വിദഗ്ധരും ചർച്ചാ വിദഗ്ധരും ഒക്കെ അത് മറന്നുപോകുന്നു, ബോധപൂർവം തന്നെ മറന്നുപോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KSRTC ലാഭത്തിലെത്തുന്നു. KSRTC എങ്ങനെയാണ് ലാഭത്തിലെത്തുന്നത്? മുമ്പ് KSRTC വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ധനമന്ത്രിമാരുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്ന, യാചനയോടെ അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല, എന്ത് ചെയ്യും എന്ന് അപേക്ഷിച്ച് നിൽക്കുന്ന, ഓരോ മാസവും സർക്കാർ കൊടുക്കേണ്ട തുക അനുവദിക്കുന്ന കാത്തിരിക്കുന്ന KSRTC ജീവനക്കാർ, അത് സർക്കാർ ധനമന്ത്രി ആ തുക KSRTCക്ക് നൽകുമ്പോൾ ഇത്തവണ ശമ്പളം മുടങ്ങില്ല എന്നത് ബ്രേക്കിംഗ് ന്യൂസായിരുന്ന ഒരു കാലഘട്ടം. ആ കാലം മാറി, പവർ കട്ടില്ലാത്ത കാലമുണ്ടായി. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു വലിയ തരത്തിലുള്ള അടുത്തൊരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് കേരളം എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കും നാളത്തെ ബഡ്ജറ്റ്. ക്ഷേമ പദ്ധതികൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള ക്ഷേമ പെൻഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വർധനവ് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് 2500 രൂപ പെൻഷനായിരുന്നു. അത് എന്തുകൊണ്ടാണ് 2500 പടിപടിയായി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നതിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ നേരത്തെ പറഞ്ഞതാണ്. കാരണം കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായി കേരളത്തിന് നൽകി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഒപ്പം തന്നെ DA കുടിശ്ശിക സംബന്ധിച്ച് ജീവനക്കാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച പ്രഖ്യാപനങ്ങളുണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന വികസന രംഗത്ത് പുതിയ മാതൃകകൾ, കേരളം ഉയർത്തിപ്പിടിക്കുന്ന കിഫ്ബി പോലുള്ള പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വികസന കാര്യങ്ങളുടെ പുതിയ സാധ്യത വഴി തുറക്കുന്ന കാര്യങ്ങൾ, പൊതുമേഖല, പൊതു വ്യവസായ സംരംഭങ്ങൾ, പൊതു സ്ഥാപനങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ എത്രമാത്രം കരുതലും മുൻഗണനയുമാണ് കേരളത്തിലെ സർക്കാർ വച്ചു പുലർത്തുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയുടെയും ഒരു പ്രഖ്യാപനം സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ നാളെ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുണ്ടാവും. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വരുന്ന ദിവസങ്ങളിൽ വലിയ ചലനവും ചർച്ചയും ഉണ്ടാക്കുന്നതായിരിക്കും. വളരെ പോസിറ്റീവായിരിക്കും കേരളത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. മനു.